ഈ സംഘികളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം വീണ് കിട്ടിയാൽ മതി, പിന്നെ അതിന്റെ മുകളിൽ കൂടെ കയറി പോകുന്നുള്ളതാണ്. ശശികല, വിഷകലയാണ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ രംഗത്ത് വന്നതെന്നുള്ളതാണ്. പക്ഷേ ആ അമ്പല കമ്മിറ്റി തന്നെ അവർക്ക് രട്ടിന്റെ പണിയാ കൊടുത്തു. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പരിപാടിക്ക് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനൊക്കെ ഒരേപോലെ തന്നെ ഫണ്ടും തരുന്നതാണ്, അതായത് പിരിവും നൽകുന്നതാണ്. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നാണ് അവർ പോലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാനൊക്കെ ഗാനമേളക്കൊക്കെ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തുടക്കത്തിൽ ആദ്യ സോങ് 3 മതത്തെയും ചേർത്ത് വെച്ചിട്ടുള്ള സോങ് ആയിരിക്കും, എന്നിട്ടാണ് തുടങ്ങാറ്. ഒരു പ്രശ്നവും ഒരു അമ്പല കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല, ഒരു അമ്പല കമ്മിറ്റി. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? അത് സംഘികളാണെന്നുള്ളതാണ്. പക്ഷെ സംഘികൾക്ക് തന്നെ കൂട്ടത്തിൽ നിന്ന് പണി വാങ്ങുന്നത് കേട്ടിട്ടില്ലേ? കേൾക്കാം. നമ്മുടെ തോക്ക് സ്വാമി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ശശികലക്കൊക്കെ നല്ല 8ന്റെ പണിയായി കൊടുക്കുന്നത് കാണാം. തിരുനാമ കീർത്തനം പാടുവതല്ലെങ്കിൽ ഈ നാവെനിക്കെന്തിനു നാഥ. ഇതൊരു ക്രിസ്ത്യൻ ഗാനമാണ്. ഈ നന്ദഗോവിന്ദൻ ഭജൻസിനെതിരെ ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളാണല്ലോ നടക്കുന്നത്. 2 വാക്ക് അതിൽ പറഞ്ഞില്ലെങ്കിൽ അതിലൊരു ധാർമ്മികതയില്ല. ഹിന്ദു വർഗീയത പറഞ്ഞ് നടക്കുന്ന ഈ വിഷസർപ്പങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ വർഗീയത പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഈ വർഗീയത പറയുന്നത്? ഈ ക്രിസ്ത്യാനികളെ പറ്റി വർഗീയത പറയുമ്പോൾ ആദ്യം എടുത്ത് കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ആരുണ്ടാക്കിയതാണ്? പാച്ചനും ചങ്കരനും വല്ലതും ആണോ? ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ആപ്പ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൈക്ക് അല്ലേ? ഇതെല്ലാം എടുത്തു വെച്ച് പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഷഡ്ഡി ഇട്ടിരുന്നിട്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നത്. അടിച്ചങ്ങ് അണ്ണാക്കിൽ കൊടുക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പൊ കാണുന്നത്. ഇയാൾ BJP നിന്നും പോയോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു വലിയ അലിഗേഷൻ കൊണ്ടുവന്നു. ഏകദേശം 500 കോടിയിൽ പരം മൂല്യമുള്ള സ്വർണവും പണവും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് BJP-ക്കാർ അടിച്ചു മാറ്റി എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ഇദ്ദേഹം ചില നിലപാടെടുക്കുന്ന സമയത്ത് ഒരു സ്നേഹമൊക്കെ തോന്നാറുണ്ട് ചില കാര്യങ്ങളോട് കേട്ടോ. ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്ത ഒരു നിലപാടുണ്ടല്ലോ, എന്റെ പൊന്നെ, അടിപൊളി എന്ന് പറയേണ്ടി വരും. നമ്മളെ പോലെ തന്നെ നിഷ്പക്ഷമായിട്ട് തന്നെ സംസാരിച്ചു എന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ നിന്ദിക്കുന്ന ആളുകൾ അതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്, അല്ലേ? അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. ഞാൻ അത്രക്കൊന്നും ഡീറ്റെയിൽ ആയിട്ടല്ല കേട്ടോ സംസാരിച്ചിട്ടുള്ളത്. ഞാനൊക്കെ കൃത്യമായിട്ട് എന്താണ് ആ പാട്ട് പാടിയാലുള്ള ഒരു കുഴപ്പം, എന്താണ് അവിടെ ഇപ്പോൾ ഒരു അയ്യപ്പ ഭക്തിഗാനം പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെ? അല്ലെങ്കിൽ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഒരു പാട്ട് പാടിയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ അതിനെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ വിഷകലക്കൊക്കെ മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇത് മുഴുവൻ കേൾക്കണം നിങ്ങൾ, ചിരിച്ചൊരു വിധാവും. ഉളുപ്പുണ്ടോ? സിമ്പിളായിട്ട് ചോദിച്ചാൽ ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഇതിനകത്ത് വല്ല കോമൺ സെൻസ് ഉണ്ടോ? ഇനി ഒരു ആശുപത്രിയിൽ ഒരു പ്രശ്നം വന്നാൽ, പെട്ടെന്നൊരു അപകടം പറ്റിയാൽ, ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വണ്ടിയിൽ, കേരളത്തിൽ ഓടുന്ന വണ്ടികളും ഇന്ത്യയിൽ ഓടുന്ന വണ്ടികളൊക്കെ കണ്ടുപിടിച്ചത് അങ്ങ് ജർമ്മനിയിലും മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലും തന്നെയാണല്ലോ. ക്രിസ്ത്യാനികളുടെ തലയാണല്ലോ ഈ വണ്ടി. നമുക്ക് ഉണ്ടായിരുന്നു കാളവണ്ടി അല്ലേ? അപ്പം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വർഗീയത പറയുമ്പോൾ അവരുടെ സാധനങ്ങളും കൂടെ ഉപയോഗിക്കുകയാണെന്ന് മറന്നു പോകരുത്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വണ്ടിയിൽ കയറി ആശുപത്രിയിൽ ചെന്ന് ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ നീഡിലെടുത്ത് മൂട്ടിൽ ഇഞ്ചക്ഷനും വെച്ച്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ തരുന്ന മരുന്നും കഴിച്ച്, ഈ പനി വന്നാൽ പോലും കഴിക്കുന്ന പാരസിറ്റാമോള് ആരാ ഉണ്ടാക്കിയത്? ഇവിടുത്തെ വർഗീയ ചാണക പ്രസ്ഥാനങ്ങൾ വല്ലതുമാണോ ഉണ്ടാക്കിയത്? ഒരിക്കലല്ല. എല്ലാം ഒരു 85% ഓഫ് എല്ലാ കണ്ടുപിടുത്തങ്ങളും ക്രിസ്ത്യൻസിന്റെ തന്നെയാണെന്നുള്ളതാണ്. ജൂതന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ഇൻവെൻഷൻസ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അഭിമാനത്തോടു കൂടി ഉപയോഗിക്കുന്നതും നമ്മൾ അതിനെക്കുറിച്ച് വാദപരത സംസാരിക്കുന്നത്. പക്ഷെ ഇത്രയും നാളിനിടയിൽ അതൊന്നും നമുക്ക് വിളിച്ചു കൂവേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് വിളിച്ചു കൂവേണ്ട ആവശ്യം വരുന്നത്? അത് ഇങ്ങനെ കുറെ സംഘികള് ഈർവാണം അടിച്ചുകൊണ്ട് ഡയലോഗ് അടിക്കുന്നത് കൊണ്ട് മാത്രം, വേറൊരു കുഴപ്പമില്ല. അങ്ങനെ ഡയലോഗ് അടിച്ച് നടക്കുന്ന കുറെ എണ്ണുണ്ടല്ലോ, അവരിഞ്ഞ് കീഴ്വായി ഇട്ടാലും നമുക്ക് കുഴപ്പമുള്ളതൊന്നുമല്ല. പക്ഷെ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്ത് ആയിരിക്കണം, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ അടുത്തൊരു കാര്യം, ഗുരുവായൂർ എടുക്കൂ, ശബരിമല എടുക്കൂ. അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഉണർത്താനും ഉറക്കാനും ഊട്ടാനും എല്ലാം ഉപയോഗിക്കുന്നത് യേശുദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച, എന്നാൽ അദ്ദേഹം സനാതനധർമ്മം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാധന ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ രൂപത്തിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന
ആ ഗാനം കേട്ടിട്ടാണ് ദേവനെ പോലും ഈ പരിചരിക്കുന്നത് അല്ലേ? അതൊന്നും ഈ സംഘികളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത് പൊട്ടത്തരാണ് എന്നുള്ളത്. നന്ദഗോവിന്ദം അവര് ഇഷ്ടമുള്ള പാട്ട് പാടട്ടെ, ഞങ്ങൾ പാട്ട് കേൾക്കാൻ വേണ്ടി പോയതാണ്. ഭജനക്കിടയിൽ അദ്ദേഹം പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് ഒരു പാട്ടും പാടിയിട്ടുള്ളത്. അവിടെയുള്ള ആളുകൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രത്യേക വിഭാഗമായിട്ടുള്ള സംഘികൾക്ക് മാത്രം ഗുരുപൊട്ടി. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി വേണമെങ്കിൽ എന്തുകൊണ്ടാണ് സംഘികൾക്ക് ഇവരോട് അത്ര വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്നൊന്നും കൂടി കേൾക്കാം. ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അതിപ്പോ കോൺട്രവേഴ്സി ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പരമപവിത്രമായ ആ പാട്ട്, ഗണഗീതം എന്ന് പറയുന്ന പാട്ട്, അത് പാടിയ പല അമ്പലങ്ങളിലും അത് പാടണ്ടെന്ന് പറഞ്ഞ് ഒരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് തന്നെ ആരൊക്കെ എവിടെ പാടുമോ അതിനൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ട്. ആ പാട്ടിന്റെ ഭംഗിയേക്കാളും കൂടുതൽ അത് ഗണഗീതമാണെന്ന ഒരു ദാറ്റ് ഈസ് മോർ ഫേമസ് അബൌട്ട് ദാറ്റ് സോങ്. നിങ്ങൾ ആ ഒരു പാട്ട് പാടിയ വീഡിയോ പലയിടത്തും വൈറലായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ഫോർമാറ്റില് ആ പാട്ട് കേൾക്കാറില്ല. അതെന്തുകൊണ്ടാണ്? ഇത് പണ്ട് നമ്മള് എനിക്ക് തോന്നുന്നു ആ കണ്ട വീഡിയോ ദുബായില് അലൈനിൽ ഒരു പ്രോഗ്രാം, ഒരു അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അത് അലൈനിലാണ്, അത് അലൈനിൽ തന്നെയാണ്, അത് നാട്ടിലല്ല, അത് അലൈനില് അവിടെ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമിൽ അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പാടിയ പാട്ടാണ് ഗണഗീതം പാടിയത്. അപ്പം അത് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ റീസൺ തന്നെ നമുക്ക് എല്ലാവരും നമുക്കുണ്ട്, നമ്മളെ ലിസണേഴ്സ് എല്ലാവരുമാണ്. അപ്പം ഈ വരുന്ന ആൾക്കാർ തമ്മിൽ അവിടെ വന്നിട്ട് ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ്, നമ്മൾ അതിനെ നമ്മളുടെ അങ്ങനെയുള്ള അജണ്ടകൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുത്തിക്കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ചിലപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ രണ്ട് കാര്യം നിൽക്കുമ്പോഴത്തേന് നമ്മൾ അങ്ങനെയുള്ള ഒരു ഫ്രിക്ഷനുള്ള ഒരു കാര്യത്തെ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോലും എടുത്ത് വെക്കുന്നത് എന്നുള്ളൊരു തിങ്കിങ് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തു. ആഹാ, അപ്പൊ അതാണ് സംഭവം. അത് വല്ലാത്തൊരു സങ്കടമായി പോയി എന്നാ പറയുന്നത്. സംഘികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണല്ലേ. പല മതത്തിലുള്ള ആളുകളുണ്ടാവും, പല രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളുകളുണ്ടാവും. എല്ലാവരും ഒരുപോലെ ഇങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രത്യേകം സംഘികളുടെ അവസ്ഥ, സംഘികളെ അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. സ്നേഹിച്ച കൃസംഘികൾക്കും പണിയിട്ടുണ്ട്, സ്നേഹിച്ച മുസംഘികൾക്കും പണിയിട്ടുണ്ട്, പിന്നെ സംഘികളായ ആളുകൾക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്രോളിന്റെ വില അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയതാണ്. എനിക്കൊരു 5 വർഷം തരും, ഞാൻ അപ്പോൾ ഒലത്തി തരാന്ന് പറഞ്ഞിട്ട് കയറി ചെന്ന ആളുകളാണ്. നമുക്ക് അവസാനം എന്താ കിട്ടി? 8ന്റെ പണിയെ കിട്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരു ദിവസം അത്ര ഇപ്പോൾ കൂലിപ്പണിക്ക് പോയാൽ 1000 രൂപ കിട്ടുക. ഈ 1000 രൂപ കൊണ്ട് ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനോവികാരം എത്രത്തോളം മണ്ടത്തരായിരിക്കും മനസ്സിലായില്ലേ? കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ട് കുറച്ച് ശുദ്ധ സംഗീതമാവാം. അമ്പലമുറ്റത്ത് മാത്രമല്ല, നമ്മള് ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് പോലും ഹരിവരാസനം കേൾക്കുന്നു. കാണാം. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അതാ ചർച്ചിന്റെ മുന്നില് ഹരിവരാസനം. എന്നാ ഒരു ഭംഗിയാ അല്ലെ, എന്നാ ഒരു വൈബ്രേഷൻ ആണ് അല്ലെ അങ്ങോട്ട് കേറുന്നത്. അതാണ് റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയും. പക്ഷെ സംഘികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടും. ഇനി അടുത്ത് അതും ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്ത് തന്നെ, ഒരു ചർച്ചിന്റെ മൈതാനിയിൽ തന്നെയാണ് പാടുന്നത്. ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു കുരുവും പൊട്ടിയില്ല. അടുത്തൊരു പള്ളിയിലച്ഛൻ ഒരു അമ്പലത്തിൽ പരിപാടിക്കൊന്ന് പാടിയതാണ്. കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് എനിക്കും ഇഷ്ടമുള്ള ജാനകി ജാനെ എന്ന ധ്വനി എന്ന സിനിമയിലെ ഒരു പഴയ ഗാനം, വലിയ പ്രഗത്ഭരായ ഗായകരെയൊക്കെ ഒത്തിരി സ്റ്റേജുകളിൽ ആലപിച്ച പാട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ പാടാൻ ശ്രമിക്കുകയാണ്. എല്ലാ കുറവുകളും സദയം ക്ഷമിക്കുക. വിഷാദകാലേ സഖാത്വമേവ ഭയാന്തകാരേ പ്രഭാത്വമേവ. എന്റെ പൊന്നച്ചോ,
ആയിഷ് അത് കേട്ടപ്പോ മനസ്സിൽ ഭയങ്കര ഒരു ഫീലാ കേറിപ്പോയിട്ടാ. എന്നാ ഒരു ശബ്ദം നോക്കിയേ, അടിപൊളി അടിപൊളി. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലട്ടാ, ആരും കുരി പൊട്ടിച്ചില്ലട്ടാ. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കുത്തിപ്പൊങ്ങുമ്പോ സംഘികൾ മിണ്ടുന്നേ ഇല്ല, ഒരു മൂലയിൽ പോയിരിക്കുന്നുണ്ട്. അടുത്തത് കെട്ട് ശബരിമലയ്ക്ക് അല്ലും മുള്ളും കാലിക്കുവെട്ടൈ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം വള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുവെട്ടൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ശരണം ശരണം അയ്യപ്പ. കുരുകൾ പൊട്ടി ഒലിക്കട്ടെ, അങ്ങ് വ്രണമാവട്ടെ. ഞങ്ങൾക്കൊരു തേങ്ങാക്കൊലയില്ല, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ എല്ലാ ഭക്തിഗാനങ്ങളും പാടും. ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ അങ്ങനെ ഒരു വേർതിരിവ് ഞങ്ങൾ കാണിക്കില്ല. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം യാ അല്ലാ അല്ലാ, യാ അല്ലാ അല്ലാ. സ്വാമിയേ അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അങ്ങോട്ടും ഒരു പ്രശ്നമില്ലടോ. ഞങ്ങൾ എല്ലാവരുടെ ശരീരത്തിൽ ഒഴുകുന്ന ചോരയുടെ നിറം ഒന്നാ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മതത്തിന്റെ പേരും പറഞ്ഞിട്ട് തല്ലുകൂടാൻ ഇല്ലടേ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോടാ ഹേ സംഗീവാണങ്ങളെ. അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക, കൂടെ കൂടുക, ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യുക. ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ്.